സ്ത്രീകൾക്ക് ദീർഘകാലം ഒരേ ബന്ധത്തിൽ ആവേശം നിലനിർത്തുക സ്വാഭാവികമായി വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ്. ഡാനിയൽ ബർഗറിന്റെ വാട്ട് വുമൺ വാണ്ട് എന്ന പുസ്തകമാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ? മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് ഇറങ്ങുകയാണ്. സ്ത്രീയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് ബർഗർ നടത്തിയിരിക്കുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസർച്ചുകളും അറിവുകളുമാണ് സ്ത്രീയെക്കുറിച്ച്, അവരുടെ ലൈംഗികതയെക്കുറിച്ച് ബർഗർ നമ്മളോട് പറയുന്നത്. ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ ദ മൊണോഗമി മിത്ത് എന്നാണ്. മൊണോഗമി മിത്ത്, അതായത് നമ്മുടെ ഏകബന്ധത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ, അതൊരു മിത്താണെന്നാണ് വെച്ചിരിക്കുന്നത്. ആ മിത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, സമൂഹം ദീർഘകാലമായി വിശ്വസിച്ചു വരുന്നത് പുരുഷന്മാർക്ക് പല ബന്ധങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീകൾ സ്വാഭാവികമായി ഏകബന്ധത്തിനായി രൂപപ്പെടുത്തിയവരാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നാണ്, ഏകബന്ധത്തിനായി മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്നവരാണെന്ന്, അതേ പാടുള്ളൂ എന്നാണ്. പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം ഈ മിത്ത് തകർക്കുകയാണ്. ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകളുടെ ആഗ്രഹം കാലക്രമേണ ഒരേ പങ്കാളിയോടുള്ള ആകർഷണം കുറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരേ പങ്കാളിയെ കൂടെ തന്നെ ജീവിച്ചാൽ, ഇപ്പം എനിക്കൊരു ചെറിയ സംശയം, നമ്മുടെയൊക്കെ പങ്കാളികളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചില വർത്തമാനങ്ങളൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ അവരും നമ്മൾ അത്യാവശ്യം പോറന്മാരാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പം ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറച്ചുകൂടെ കരുതലോടെ നമ്മുടെ പങ്കാളിയോടൊക്കെ പെരുമാറാനും, നമ്മുടെ ആ ഏക പത്നി വ്രതം പോലെ തന്നെ ഏക ഭർത്തൃ എന്ന് പറയുന്ന സാധനം നിലനിർത്തണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ നല്ലതായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ ആകർഷണം, ഒരേ പങ്കാളിയോടുള്ള ആകർഷണം കുറയുന്നു എന്നാണ് ബർഗറിനുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. കൂൾറേജ് എഫക്റ്റ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ അത് തെളിഞ്ഞത് എന്താ വെച്ചാൽ, ഒരേ കൂട്ടുകാരനോടുള്ള ലൈംഗിക താല്പര്യം സമയം കഴിയുമ്പോൾ കുറയുന്നു. ആ ലൈംഗികതയുടെ സമയം കഴിയുമ്പോൾ അത് കുറയുന്നു. മൃഗങ്ങളിൽ നടത്തിയ പഠനമായി പറയുന്നത്. എന്നാൽ പുതിയ പങ്കാളിയെ പരിചയപ്പെടുത്തിയാൽ ഉടൻ തന്നെ ഉത്തേജനം തിരിച്ചെത്തുന്നു. ഉടനെ തന്നെ ഒരു ആളെ പരിചയപ്പെടുത്തിയാൽ ഉടനെ തന്നെ ആ ഉത്തേജനം തിരിച്ചെത്തുന്നു. അപ്പോൾ ഒരേ മൃഗത്തോടുള്ള ആ താല്പര്യം കുറയുന്നു എന്നാണ്. മൃഗങ്ങളിലാണല്ലോ നമ്മൾ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ശാസ്ത്രീയമായി ആദ്യം നടത്താറ്. സ്ത്രീകളിലും ഇതുപോലെ പുതുമയും വൈവിധ്യവും ആവശ്യമാണെന്ന ഗവേഷണ ഫലങ്ങൾ ലഭിച്ചു. ഇതുപോലെ പുതുമ സ്ത്രീകളുടെ ആവശ്യമാണെന്ന്. സ്ത്രീകളുടെ ആഗ്രഹത്തിൽ പുതുമയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നിരവധി അഭിമുഖങ്ങളും പരീക്ഷണങ്ങളും കാണിക്കുന്നത് സ്ത്രീകൾക്ക് മൊണോട്ടണി വലിയ വെല്ലുവിളിയാണ്. ഒരേ കാര്യം തന്നെ, ഒരേ ആള് തന്നെ, അത് വലിയ വെല്ലുവിളിയാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അത് നിലനിർത്താൻ വലിയ പാടാണ് അവരെ സംബന്ധിച്ചത്. ദീർഘകാല ബന്ധത്തിൽ അവരുടെ ആഗ്രഹം പതുക്കെ കുറഞ്ഞേക്കാം. എന്നാൽ പുതുമയുള്ള അനുഭവങ്ങൾ, ഇമോഷണൽ ഇൻറ്റിമസി, പുതിയ സാഹചര്യങ്ങൾ, റോൾ പ്ലേ മുതലായവ അവരിൽ ആവേശം ഉണർത്തും. കണ്ടോ, പുതിയ സാഹചര്യങ്ങൾ, ഇമോഷണലായിട്ടുള്ള ഇൻറ്റിമസി, ഇതാണ് പറഞ്ഞത്. അതിന് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചർച്ച നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഇമോഷണൽ ഇൻറ്റിമസി, അത് വളരെ പ്രധാനമാണ്. ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ അറ്റാച്ച്മെൻറ്റ് അവരെ ഒരു കാണാ ചരട് പോലെ കെട്ടിയിടും. ഏത് ബന്ധങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ചരട് എന്ന് പറയുന്നത് ഇമോഷൻ തന്നെയാണ്, പരസ്പര ബന്ധിതമായിട്ടുള്ളൊരു ഇമോഷൻ. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും എന്താണെന്ന് ബർഗർ പറയുന്നത്, സംസ്കാരപരമായി സ്ത്രീകൾ വിവാഹത്തിലും ദീർഘബന്ധങ്ങളിലും തൃപ്തരായി നിലകൊള്ളും എന്ന പ്രതീക്ഷ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതീക്ഷ പൊതുവായിട്ടുണ്ട്. സംസ്കാരപരമായി സ്ത്രീകൾ വിവാഹത്തിലും ദീർഘബന്ധങ്ങളിലും നിലകൊള്ളും, സംതൃപ്തരാവും എന്ന്. പക്ഷെ ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് അറിയുമോ? സ്ത്രീകൾക്ക് ദീർഘകാലം ഒരേ ബന്ധത്തിൽ ആവേശം നിലനിർത്തുക സ്വാഭാവികമായി വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഇതേതവനാണ് ഈ ശാസ്ത്രീയ പറയുന്നത്? ഇതെവിടുന്നാണ് ഈ ശാസ്ത്രം എന്ന് ഒരുപക്ഷെ കേൾവിക്കാരുകൾ, കാഴ്ചക്കാരുകൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഉണ്ടാകുമ്പോൾ മറ്റൊരു കമന്റ് എന്ന് പറയുന്നത്, ഇത് ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ നടക്കില്ല എന്നൊരു കമന്റിന് സാധ്യതയുണ്ട്. അതെ, കാരണം ഇത് പണക്കാരിൽ മാത്രമേ ഇങ്ങനൊരു വേർതിരിവുണ്ടാവുള്ളൂ. കമന്റിന് പണക്കാരന് മാത്രമേ ലൈംഗികതയുള്ളൂ, പാവപ്പെട്ടവനുമുണ്ട്. ഇതിപ്പോൾ ബർഗർ നടത്തിയ പരീക്ഷണം, അല്ലെങ്കിൽ ഈ രംഗത്ത് നടത്തിയ ആളുകളുടെ പരീക്ഷണങ്ങളൊക്കെ സയന്റിസ്റ്റുകളൊക്കെ നടത്തിയത് എല്ലാ മനുഷ്യരിലുമാണ്, എല്ലാ തരത്തിലുള്ള ആളുകളിലുമാണ്. ഇതൊക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ പുസ്തകം വായിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അവരുടെ മനഃശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ എന്താണ്? ഇതിപ്പം മറ്റ് ഗവേഷകരുടെ കണ്ടെത്തലുകളാണെങ്കിൽ, മനഃശാസ്ത്രജ്ഞരുടെ ഇക്കാര്യത്തിലുള്ള കണ്ടെത്തലുകൾ, ചില പരീക്ഷണങ്ങളിൽ സ്ത്രീകളെ പലവിധ ലൈംഗിക സാഹചര്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ
വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതികരണം പുതുമയുള്ള സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഉയർന്നതും ശക്തവുമായിരുന്നു. എന്നാൽ ആവർത്തനത്തിൽ അത് കുറവുമായിരുന്നു. അപ്പം മനഃശാസ്ത്രമായിട്ട് മാനസികമായിട്ട് അവർക്ക് ഈ പുതിയ സാഹചര്യങ്ങൾ, പുതുമ എന്ന് ഞാൻ പറയുന്നത് ബർഗനർ പറയുന്നത് സാഹചര്യങ്ങളെ കൂടിയാണ്. അപ്പം അങ്ങനെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ജുബിൻ പറഞ്ഞതുപോലെ ഈ അറിവുകൾ, നമുക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഓരോ അധ്യായത്തിലും നൽകുന്ന ബർഗനർ നൽകുന്ന തിരിച്ചറിവുകൾ നമുക്ക് പുതിയ എന്താ പറയുക ദിശാബോധമാണ് ഈ ഒരു വിഷയത്തിൽ. ഇതൊരു വലിയ വിഷയമാണ്, പലപ്പോഴും പലരും പറയാൻ പഠിക്കുന്ന വിഷയമാണ്. അല്ലെ, സ്ത്രീയുടെ ലൈംഗികത എന്ന് പറഞ്ഞാൽ തന്നെ അടിച്ചമർത്തപ്പെട്ടൊരു സാധനം. ഇപ്പൊ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഗാർഗി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു കഥയുണ്ടല്ലോ. അതായത് ലൈംഗികതയിൽ ആണിനാണോ പെണ്ണിനാണോ കൂടുതൽ സുഖം എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഗാർഗി പറയണം. അവിവാഹിതയായ അല്ലെങ്കിൽ ലൈംഗിക ഇത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി പറയാണ് സ്ത്രീക്കാണ് കൂടുതൽ സുഖം എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും അവളെ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്, ഗാർഗി എന്നൊരു കഥാപാത്രത്തെ. അത് എന്ന് ആലോചിച്ചു, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഗവേഷകരുടെ കണ്ടെത്തൽ അത് ശരിവെക്കുക. ഒരു പുരാണത്തിലുള്ള ആ കഥ ഒരു ഒരു യഥാർത്ഥ സംഭവം ആണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്.